ഹായ് ഫ്രണ്ട്സ്, സരസമേള ഇങ്ങനെ അടിപൊളിയായിട്ട് പൊട്ടിപ്പൊടിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നല്ല ഗംഭീര കലാപരിപാടികളൊക്കെ ഉണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, ബാലസംഘം പ്രവർത്തകരെല്ലാം അതിഗംഭീരമായിട്ടാണ് പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത്. ഒന്ന് വന്ന് കാണുന്ന വേണം മക്കളെ. सहस्रनाम तत्तुल्यं रामनाम वरानने। चली चली ओवा चली चलवंगे भूमि आणु नम्मा सोनिगे। നമ്മുടെ ചേച്ചിമാരുടെയൊക്കെ ഒരു ആവേശം എന്താണെന്നറിയോ? അവരത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഹൈ ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് ഓരോ പരിപാടിയും ആസ്വദിച്ച് ചെയ്യുന്നത്. ഇത് കാണാനാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ മൊത്തം നല്ല കൃത്യമായിട്ട് അതാത് സമയത്ത് എത്തുന്നുണ്ട്, കൃത്യമായി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തൊരു രസമാണ്! ഒരു ഒത്തൊരുമയുടെ, ഒരു അധ്വാനത്തിൻ്റെ, ഒരു ശാക്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഉത്സവം ഇത്രയും മനോഹരമായിട്ട് ചാലിശ്ശേരിയിൽ നടക്കുന്നു. സകല വിഘ്നങ്ങളും നീക്കേണമേ ദേവാ വിനായക പല പല വേഷത്തിൽ അതിസുന്ദരികളായിട്ട് അവരെ ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ? വ്യത്യസ്തമായ ചുവടുകൾ ഒത്തൊരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ട്. ആഹാ, എന്ത് ഭംഗിയാച്ചിട്ടാ! ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരും വീടും നാലും നറുക്കില വെച്ചേ പിന്നെ ചെയ്തും കർമ്മങ്ങളും ചെയ്തേ കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ചെയ്തൊരും അമ്മ നടയിൽ ദേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവൂതി നാനായി ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരും നെല്ലും കാവീടും നാലും നറുക്കില വെച്ചേ പിന്നെ ചെയ്തും കർമ്മങ്ങളും ചെയ്തേ കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ചെയ്തൊരും അമ്മ നടയിൽ ദേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി നമ്മുടെ ചേച്ചിമാരുടെയും കുട്ടികളുടെയൊക്കെ ഗംഭീര ഡാൻസിന് ശേഷം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അവറുകളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷതയിൽ നടന്ന ആദരസന്ധ്യയാണ് ശേഷം നടന്നത്. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അവിടെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വ്യക്തിത്വം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ വിഷയ സമിതി കൺവീനറുമായ രാജൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരസന്ധ്യയ്ക്ക് ശേഷം നമ്മുടെ ഗംഗക്കുട്ടിയുടെ വയലിൻ ഫ്യൂഷൻ ഉണ്ട്. ആ വയലിൻ ഫ്യൂഷനായിരുന്നു എൻ്റെ മെയിൻ അട്രാക്ഷൻ. ആ ഗംഗക്കുട്ടിയെ കാണണം, അവളുടെ മാന്ത്രിക വിരൽ കൊണ്ട് വയലിൻ വായിക്കുന്നത് കേൾക്കണം എന്നുള്ള ഒരു കൗതുകത്തോടു കൂടി ഞാൻ അത്രയും ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോഴാണ് ഗംഗക്കുട്ടിയുടെ വരവ്.
എത്ര അനായാസമായിട്ടാണ് ആ കുഞ്ഞു മോള് ഓരോ പാട്ടുകളും വയലിലൂടെ നമ്മുടെ കാതുകളിൽ എത്തിക്കുന്നത് എന്നൊന്ന് നോക്കി നോക്കൂ. അവളുടെ എക്സ്പ്രഷൻ എന്തൊരു ഭംഗിയാണ് അവളുടെ ഓരോ എക്സ്പ്രഷൻസും. ഓരോ പാട്ടിനനുസരിച്ച് അവൾ പുഞ്ചിരിക്കുമ്പോൾ, കണ്ണുകൾ കൊണ്ട് കഥ പറയുമ്പോൾ, പാട്ടുകൾ ആസ്വദിക്കുമ്പോൾ അത് കാണുന്നവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു കുളിർമ എന്താണെന്നറിയോ? അത്രയും ഗംഭീരമായിരുന്നു. അതിമനോഹരമായൊരു ദിവസമായിരുന്നു. നമുക്ക് ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നേരെ സരസ് മേളയിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. നമുക്ക് ആസ്വദിക്കാം, ആഘോഷിക്കാം, സന്തോഷിക്കാം. വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഓരോ ദിവസങ്ങൾ നമ്മളിങ്ങനെ അടിപൊളിയാക്കണ്ടേ? അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവരും വരിക ചാലിശ്ശേരിയിലെ സരസ് മേളയിലേക്ക്. അടിപൊളി ഒരു അനുഭവമാണ്. ഗംഗമ്മോളുടെ വയലിൻ ഫ്യൂഷന് ശേഷം മോഹിനിയാട്ടമായിരുന്നു. RLV രാമകൃഷ്ണൻ്റെ മോഹിനിയാട്ടമായിരുന്നു. നിർഭാഗ്യവശാൽ എനിക്കത് കാണാൻ സാധിച്ചില്ല. ഗംഗയുടെ ആ ഒരു മധുരമേറിയ സ്വരം എല്ലാവരും കേൾക്കാൻ പോവാണ്. പറ്റുമെങ്കിൽ രണ്ടുപേരും പാടുന്നത് സന്തോഷം. നമസ്കാരം. ഇത്രയും വലിയ അടിപൊളി ഓഡിയൻസിന് താങ്ക് യു. ഇത്ര സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര താങ്ക് യു. അപ്പോൾ എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക. പാലക്കാട് ജില്ലയിൽ തൃത്താല മേഖലയിലെ ചാലിശ്ശേരിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. സുസ്വാഗതം. വരുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ. നമുക്ക് കാണാം. ബൈ. സീ യു.